ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇത് ഞാൻ ആദ്യമായിട്ട് ഓർഡർ എടുത്ത് ചെയ്ത കേക്കിൻ്റെ കഥയാണ്. ആദ്യമായിട്ട് കേക്ക് ചെയ്യുന്നതല്ല, പക്ഷെ ഓർഡർ എടുത്ത് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, അത് സ്റ്റാറ്റസ് ഒക്കെ വെക്കാറുണ്ട്. അത് കണ്ട് എൻ്റെ ഒരു കസിന് തന്ന ഓർഡറാണ് ഇത്. അപ്പോൾ ആദ്യമായിട്ട് ഓർഡർ എടുക്കുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ട്. 1 kg കേക്കാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. അത് നല്ലപോലെ അരിച്ചു വെക്കുന്നുണ്ട്. പിന്നെ 4 മുട്ട ഒരു ബൗളിൽ ഇട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാരയും കൂടി ഒന്നിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മൈദ മിക്സ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനിടയിൽ നമ്മൾ 1/4 കപ്പ് പാലിലേക്ക് 2 പാക്കറ്റ് ബൂസ്റ്റ് പൗഡർ പൊട്ടിച്ചെടുത്തത് ഇതുപോലെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഫുള്ളായി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്ക് ചെയ്ത കേക്ക് ഇതാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓവണിലൊന്നും അല്ല ചെയ്തെടുത്തത്, കുക്കറിൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ കേക്കിലേക്ക് ചേർക്കാനുള്ള ചോക്കോ ചിപ്പും നട്ട്സും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് എടുക്കുന്ന ഓർഡർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നമ്മൾ കേക്കിന് ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ലെയർ ഇതുപോലെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അതിലേക്ക് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ക്രീം ബീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫില്ലിങ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൂസ്റ്റ് പൗഡറിൻ്റെത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ പാലും ബൂസ്റ്റും ചെയ്ത ആ ഒരു മിക്സ്, ഷുഗർ സിറപ്പിന് പകരം ആ ഒരു മിക്സാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ബൂസ്റ്റ് പൊടി ഇട്ട വിപ്പിംഗ് ക്രീം ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് നട്ട്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഓരോ ലെയറും ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്രം കോട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നട്ടി ബബിൾ കേക്കിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തതിന് ശേഷം ബൂസ്റ്റിൻ്റെ പൊടി മുകളിൽ കൊട്ടിക്കൊടുത്തതാണ് ഈ കാണുന്നത്. പിന്നെ നട്ട്സ് ഇതിൻ്റെ ചുറ്റിലായിട്ട് നട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ കസ്റ്റമർക്ക് കൊടുത്തതിന് ശേഷമുള്ള ഫീഡ്ബാക്കും കൂടി ഞാൻ ഇതിൽ കൊടുക്കാം. കേക്ക് നല്ല അതിനാവാ, നല്ല ടേസ്റ്റ് ഉണ്ടായിനാ. മാഷാ അല്ലാഹ്, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ കേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമല്ല, അവരുടെ ഈ ഒരു ഫീഡ്ബാക്ക് അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വളരെ സന്തോഷമായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഓൾ.